ബുധനാഴ്ച ഈ കേസ് തള്ളിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പിടിച്ചിട്ട് കിട്ടുന്നില്ല, പ്രശ്നമായെന്ന് മനസ്സിലായി. അവിടുന്ന് രാജുവേട്ടൻ ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം നേരെ പ്രധാനമന്ത്രിയെ കണ്ടു. 2 മണിക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു, 4 മണിക്ക് അദ്ദേഹം ഹോം മിനിസ്റ്ററെ കണ്ടു. പ്രധാനമന്ത്രി ഓൺ സ്പോട്ടിൽ തന്നെ ഹോം മിനിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്യണം, എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്യണം, അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് രാജുവേട്ടൻ ഹോം മിനിസ്റ്റർ അടുത്ത് പോയി. ഹോം മിനിസ്റ്റർ അവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ ഹോം മിനിസ്റ്ററും ഛത്തീസ്ഗഡ് CMO ആയിട്ട് വളരെ ദൈർഘ്യമായി കാര്യങ്ങൾ സംസാരിച്ചു. NIA കോർട്ടിലാണ് നിൽക്കുന്നത്. NIA കോർട്ടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ NIA കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ കിട്ടിയിട്ടില്ല, മറ്റൊരു കോടതിയാണ് അങ്ങോട്ട് റെഫർ ചെയ്തത്, ഹൈക്കോടതിയല്ല. അതൊന്ന്. 2, NIA കേസ് അന്വേഷിക്കാൻ സർക്കാർ നോട്ടിഫൈ ചെയ്യണം. അപ്പൊ സർക്കാർ നോട്ടിഫൈ ചെയ്ത ഇവരെന്ത് പറയും? NIA കേസ് NIAക്ക് വിട്ടെന്ന് പറഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷനാണ്. അപ്പൊ അതൊരു പ്രതിസന്ധിയായിരുന്നു. സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ജുഡീഷ്യൽ ഇല്ലാന്ന് പറഞ്ഞ് താങ്കൾ കളയായിരുന്നു. പിന്നെ 99% നിയമോപദേശങ്ങൾ കിട്ടി. നമ്മൾ വിവിധ ജസ്റ്റിസുമാരുമായിട്ട് സംസാരിച്ചു. ബുധനാഴ്ച രാത്രിയിൽ BJP സംവിധാനത്തിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള മലയാളികളായിട്ടുള്ള 10ഓളം സീനിയർ അഭിഭാഷകരെയും ക്രിമിനൽ ലോയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരുടെയും ഞങ്ങളൊരു മീറ്റിംഗ് ഓൺലൈനായിട്ട് കൂടി 10 പേരുടെ അഭിപ്രായം എടുത്ത് 10 പേരും ഹൈക്കോടതിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇനി NIA കോടതിയിൽ പോയാൽ തട്ട് കിട്ടും, ഇത് ഒരിക്കലും എടുക്കില്ല. ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ വെള്ളിയാഴ്ച ഫയൽ ചെയ്യാം, ശനി ഞായർ അവധി, തിങ്കളാഴ്ച കേസ് എഫക്സ് ക്യൂർ ചെയ്ത് വന്നാൽ നോട്ടീസ് കൊടുക്കും. പിന്നെ ചൊവ്വാഴ്ച എടുത്താൽ സ്റ്റേറ്റിന് ഇൻസ്ട്രക്ഷൻ പോയാൽ ചിലപ്പോൾ പിറ്റത്തെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച പരിഗണിക്കാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 10 ദിവസം പോകും. ആ 10 ദിവസം അമ്മമാർ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് വലിയ മാനസിക ബുദ്ധിമുട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് കണ്ട് കരഞ്ഞു പോയി. അപ്പോൾ അത് നമുക്ക് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത. അപ്പോൾ ഞാൻ സിസ്റ്റർമാരെ കൺവിൻസ് ചെയ്യാന്നിട്ട് അവരും കൺവിൻസ്ഡ് ആകുന്നില്ല. അവർ പറഞ്ഞു നമുക്കിനി റിസ്ക് എടുക്കണ്ട, നമുക്ക് ഹൈക്കോടതിയിൽ പോയാൽ മതി. ഞങ്ങൾ കരഞ്ഞ് കാലെ പിടിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസം ഒരു ചാൻസ് താ. സിസ്റ്റർമാർ ചോദിച്ചാൽ അവർ പറയും 99% കിട്ടില്ല. വെള്ളിയാഴ്ച ഇത് ഫയൽ ചെയ്തിട്ട് തിങ്കളാഴ്ച കോടതി വരുന്നതിന് തിങ്കളാഴ്ച ഫയൽ ചെയ്ത് കോടതി ചൊവ്വാഴ്ച വന്നാൽ മതി. അപ്പൊ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കിട്ടിയാൽ ജാമ്യം ഇവിടെ കിട്ടും, ഇനി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആ കുറ്റമേക്കും. അപ്പം പ്രൊവിൻഷ്യൽ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി മെനക്കെട്ടല്ലേ, നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. വികാരി ജനറൽ അച്ഛനും പറഞ്ഞു ആയിക്കോട്ടെ ഒരു ചാൻസ്. ഞങ്ങൾ പറഞ്ഞു ഇത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഇത് ഹോം മിനിസ്റ്ററുടെ വാക്കാണ്, ചീഫ് മിനിസ്റ്ററുടെ വാക്കാണ്,